ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു നഗരത്തിലേക്ക് പോകുമ്പോൾ വഴിയരികെ നിന്ന ഒരു അത്തിയില് ഫലം അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അത്തിയിൽ ഫലം അന്വേഷിക്കുന്നു, ഫലമൊന്നും കാണുന്നില്ല. ഈ അത്തിയെ കർത്താവ് ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നിന്നിൽ ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു ആ അത്തിയെ നോക്കി പറയുന്നു. ഉടനെ തന്നെ ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോയതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ശിഷ്യന്മാർ ഇത് കണ്ട് ആശ്ചര്യത്തോടെ യേശുവിനെ നോക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ എന്ത് കൽപ്പിച്ചാലും അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. എന്നാൽ ഈ സംഭവം വായിക്കുമ്പോൾ അവിടെ നമുക്ക് എടുത്തു കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ഈ അത്തിയെ ശപിച്ച സമയം എന്ന് പറയുന്നത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലാതിരുന്നു എന്ന് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത്തിപ്പഴത്തിന്റെ കാലം അല്ലാതിരുന്നിട്ടും യേശു ആ അത്തിയെ ശപിക്കുവാൻ ഇടയായത്? നമ്മൾ ഇത് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിക്ക് ഫലം കായ്ക്കുവാനായിട്ട് സീസൺ ഇല്ല. അവൻ എല്ലാ കാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. യേശു കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരുമെന്ന് വചനം പറയുന്നു. യേശുവിന്റെ നാൾ വരുമ്പോൾ, കർത്താവിന്റെ രണ്ടാം വരവില് നമ്മൾ ഫലം കായ്ക്കാതെ ഉണങ്ങിയ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, ഫലമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, യേശു വരുമ്പോൾ നമ്മൾ ശപിക്കപ്പെട്ടവരായി പോകും. യേശു വരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ആയിപ്പോകും. നമ്മളെ കർത്താവിനോട് കൂടെ എടുക്കപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സീസൺ ഇല്ല. വിശ്വാസിയുടെ ജീവിതം എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം എല്ലാ കാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ നാള് അടുത്തിരിക്കുന്നതിനാൽ എപ്പോൾ കർത്താവ് വന്നാലും അവനോടുകൂടെ എടുക്കപ്പെടുവാനായിട്ട് നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളും ശപിക്കപ്പെട്ടവരായി പോകും. കരച്ചിലും പല്ലുകടിയുമുള്ള ഇടത്തേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് സദാസമയവും കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിപ്പാൻ, ജീവിത വിശുദ്ധിയോടെ ഒരുങ്ങിയിരിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.